ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 14,200 രൂപ പ്രൈസ് റേഞ്ചിൽ CMF ഫോൺ 1 വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 14,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme P1 സ്പീഡ് എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിൽ എക്സ്ട്രായിട്ട് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ആ ഒരു ഫോണാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ 13,800 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജറും ഉണ്ടാവും. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme Narzo 70 ടെർബോയും വരുന്നുണ്ട്. പക്ഷേ വില ഇപ്പം 14,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതല്ലാതെ റിയൽമിയുടെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു ഫോണാണ് Realme P3 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 6 Gen 4 എന്ന പ്രോസസ്സറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇതിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി വരുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ Oppo K13 എന്നുള്ള സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 7000 mAh ബാറ്ററിയും ബെറ്റർ ആയിട്ടുള്ള 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. വില ഒരു 2,000 രൂപ കൂടുന്നുണ്ട്. ഇനി ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോണൊക്കെ വേണം എന്ന് നിർബന്ധം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 16,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വിവോയുടെ ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 5G സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇതേ ഫീച്ചേഴ്സുമായിട്ട് iQOO Z9 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വില ഇപ്പം 17,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാം. പിന്നെ പല ആൾക്കാർക്കും കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി കേർവ്ഡ് ഡിസ്പ്ലേക്ക് പുറമെ നിങ്ങൾക്ക് ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് ഡുവോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഫ്രണ്ടിൽ സെയിം ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 1.58 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ബാക്കിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഡൗൺഗ്രേഡ് വരുന്നുണ്ട്. MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡ്യുവൽ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ മാത്രം കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളുടെ കാര്യത്തിൽ Moto G85 5G എന്ന സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലും സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. Snapdragon 6 Gen 3 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുള്ളൂ. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സിൻ്റെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Infinix Note 50s 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം.
അപ്പം ഇതിൽ കുറച്ചും കൂടി വലിയ 6.78 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വേണമെന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് iQOO Z9s 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ മെയിൻ ക്യാമറ സെൻസർ 50 മെഗാ പിക്സലാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് 44 വാട്ടിൻ്റെ ചാർജിംഗ് സ്പീഡാണ് വരുന്നത്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്. പക്ഷേ ആ ഫോണിൻ്റെ വില 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തുന്നുണ്ട്. അതിലും കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. 17,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ റിയൽമി P3 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന 6.83 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കേർവ്ഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഏകദേശം സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഭാഗത്തുനിന്ന് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നത്തിങ്ങിൻ്റെ ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് കുറേ LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 7200 Pro എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ CMFൻ്റെ ഭാഗത്ത് നിന്ന് CMF Phone 2 Pro വരുന്നുണ്ട്. ഇപ്പം ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. പക്ഷേ MediaTek Dimensity 7300 Pro എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസും വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2Aയും നോക്കാവുന്നതാണ്. ഇനി റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി Narzo 80 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി വിവോയുടെ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ Vivo T3 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഇതിൽ കേർവ്ഡ് ഡിസ്പ്ലേയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന അത്യാവശ്യം നല്ല പ്രോസസ്സറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേർവ്ഡ് ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. മോട്ടറോള Edge 50 Fusion എന്നുള്ള സ്മാർട്ട് ഫോൺ. അപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഫോണും വരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇതിൽ നല്ലത് Vivo T3 Pro എടുക്കാവുന്നതാണ്. ഇനി മോട്ടറോളയുടെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി. ഇനി റെഡ്മിയുടെ തന്നെ ഒരു ഫോൺ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ Redmi Note 13 Pro എന്ന സ്മാർട്ട് ഫോൺ 19,700 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 19,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം.
പിന്നെ ഇപ്പം പോക്കോ X6 Pro എന്ന സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവേ ഈ ഫോൺ അധികം കാണാറില്ല, പക്ഷേ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ബെസ്റ്റ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുകൊള്ളണം എന്നില്ല, എന്തായാലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ഇത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X7 ആണ് ഉള്ളത്, പക്ഷേ അതിലും ബെറ്റർ ഇപ്പോഴത്തെ ഇതായിരിക്കും. അപ്പം അതിൽ MediaTek Dimensity 7300 Ultra എന്ന പ്രോസസ്സറൊക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുള്ളൂ. എന്തായാലും അതും നോക്കാവുന്നതാണ് ഈ ഒരു ഫോൺ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ CMO ഫോൺ 1 അല്ലെങ്കിൽ Realme P1 സ്പീഡോ സെലക്ട് ചെയ്തേക്കാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ X6 Pro എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇപ്പോഴത്തെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നത്തിങ് ഫോൺ 2A നോക്കിയേക്കാം, അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ ക്യാമറ എന്നുള്ളത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ എന്നാലും ടെലിഫോട്ടോ ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ CMO ഫോൺ 2 Pro ആണ് ഇപ്പോൾ ഓപ്ഷനിൽ ഉള്ളത്. ഇനി കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ചിലപ്പം Infinix Note 50S 5G എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ Vivo T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.